നമസ്കാരം. ഏപ്രിൽ 1 പുതിയ സാമ്പത്തിക വർഷത്തിന് തുടക്കമായിരിക്കുന്നു. ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു ശരാശരി മലയാളിയുടെ ജീവിതക്രമത്തിൽ വലിയ മാറ്റങ്ങൾ ആണ് തുടങ്ങുന്നത്. അതെന്ത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം തന്നെ പരിശോധിക്കുന്നത് പുതിയ ആദായ നികുതി നിയമത്തെക്കുറിച്ചാണ്. 1961 ആദായ നികുതി നിയമത്തിന് പകരം പുതിയ ആദായ നികുതി നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. നികുതിദായകർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്ന സാമ്പത്തിക വർഷം അഥവാ ഫിനാൻഷ്യൽ ഇയർ, അസസ്മെന്റ് വർഷം, പ്രീവിയസ് ഇയർ എന്നീ പ്രയോഗങ്ങൾ പുതിയ നിയമപ്രകാരം ഇല്ലാതായിരിക്കുന്നു. ഇവയ്ക്കെല്ലാം പകരം ടാക്സ് ഇയർ അഥവാ നികുതി വർഷം എന്ന ഒറ്റ പ്രയോഗമേ ഉള്ളൂ. നികുതി ബാധകമായ നിലവിലെ സാമ്പത്തിക വർഷം തന്നെയാണ് ഈ ടാക്സ് ഇയറും. പുതുക്കിയ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയപരിധി നീട്ടുകയാണ്. നിലവിൽ ഡിസംബർ 31 വരെയാണ് സമയം. ഇന്നു മുതൽ മാർച്ച് 31 വരെ ചെറിയ ലേറ്റ് ഫീ നൽകിക്കൊണ്ട് ഫയൽ ചെയ്യാൻ സാധിക്കും. ITR 1-2 ഫോമുകൾ നൽകുന്നവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയപരിധി ജൂലൈ 31 തുടരും. നോൺ ഓഡിറ്റ് ബിസിനസ്സുകൾക്കും ട്രസ്റ്റുകൾക്കും ഓഗസ്റ്റ് 31 വരെ സമയം ലഭിക്കും. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ച് സർക്കാർ പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കുന്നത് വഴി ലഭിക്കുന്ന വരുമാനത്തിന് ആദായ നികുതി ബാധകമാകില്ല. നിയമത്തിലെ 46-ാം വകുപ്പ് പ്രകാരം സ്വകാര്യ കമ്പനികൾ വഴിയോ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെയോ ഏറ്റെടുക്കുന്ന ഭൂമിക്ക് ഇത് ബാധകമല്ല. മറ്റൊന്ന് പാൻ നൽകുന്നതിലുള്ള ഇളവാണ്. 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉള്ള വസ്തു ഇടപാടുകൾക്ക് മാത്രമേ പാൻ ഇനി നൽകേണ്ടതുള്ളൂ. നിലവിൽ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് പാൻ നിർബന്ധമായിരുന്നു. 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള വാഹനം വാങ്ങിയാൽ മാത്രമാണ് ഇനി മുതൽ പാൻ നൽകേണ്ടതുള്ളൂ. ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ബില്ലുകൾ, കൺവെൻഷൻ സെൻറ്റർ ബാങ്ക്വറ്റ് ഹാൾ ചെലവുകൾ, ഇവന്റ് മാനേജ്മെൻറ്റ് തുടങ്ങിയവയ്ക്ക് 50,000 രൂപയായിരുന്ന പരിധി 1 ലക്ഷം രൂപയായും ഉയർത്തിയിട്ടുണ്ട്. ബാങ്കുകളിലെയും പോസ്റ്റ് ഓഫീസിലെയും നിക്ഷേപങ്ങൾ ആണ് എങ്കിൽ നിലവിൽ പ്രതിദിനം 50,000 രൂപ നിക്ഷേപിച്ചാൽ പാൻ വേണമായിരുന്നു. ഇനി മുതൽ ഒരു സാമ്പത്തിക വർഷത്തെ മൊത്തം നിക്ഷേപം 10 ലക്ഷം രൂപയ്ക്ക് മുകളിലായാൽ മാത്രം പാൻ നൽകിയാൽ മതി. മറ്റൊന്ന് പരിഷ്കരിച്ച സ്വർണ്ണപ്പണയ ചട്ടം ആണ്. സ്വർണ്ണപ്പണയം സംബന്ധിച്ച റിസർവ് ബാങ്കിൻ്റെ പരിഷ്കരിച്ച ചട്ടം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. 2.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് പണയം വയ്ക്കുന്ന സ്വർണത്തിൻ്റെ മൂല്യത്തിൻ്റെ 85% വായ്പയായി ലഭിക്കും. 2.5 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ പണയം വയ്ക്കുന്ന സ്വർണത്തിൻ്റെ മൂല്യത്തിൻ്റെ 80%, 5 ലക്ഷത്തിന് മുകളിൽ 75% എന്ന പരിധിയാണ് ഇനി മുതൽ ഉള്ളത്. മൂല്യം കണക്കാക്കുമ്പോൾ മുതലിനോടൊപ്പം തന്നെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ അടയ്ക്കേണ്ട പലിശയും കണക്കാക്കും. ഇങ്ങനെ കണക്കാക്കുമ്പോൾ വായ്പയായി ലഭിക്കുന്ന തുകയിൽ കുറവ് ഉണ്ടായേക്കാം. മറ്റൊന്ന് സീറോ ബാലൻസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പുതിയ ഘടനയാണ്. അടിസ്ഥാന സേവിങ്സ് അക്കൗണ്ടുകൾക്ക് അല്ലെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്ക് ഇൻ്റർനെറ്റ്, മൊബൈൽ ബാങ്കിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ ലഭ്യമാകും. വാർഷിക ഫീസ് ഇല്ലാതെയുള്ള ATM കാർഡ്, പ്രതിവർഷം 25 ലീഫുള്ള ചെക്ക് ബുക്ക്, പാസ്ബുക്ക്, ഇമെയിൽ സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്ക് ബ്രാഞ്ചിലും ATMകളിലും പണം നിക്ഷേപിക്കാനുള്ള സൗകര്യം, പരിധിയില്ലാത്ത നിക്ഷേപ അവസരം തുടങ്ങിയവയും ഇത്തരം അക്കൗണ്ടുകൾക്ക് ലഭ്യമാകും. 4 തവണ സൗജന്യമായി ATMിൽ നിന്ന് പണം പിൻവലിക്കുകയും ചെയ്യാം. മരിച്ചവരുടെ അക്കൗണ്ടുകളിലും ഇത് സംബന്ധിച്ച മാറ്റങ്ങൾ ഇന്നു മുതൽ പ്രകടമാവുകയാണ്. സഹകരണ ബാങ്കുകളിൽ 5 ലക്ഷം രൂപയിൽ താഴെയും മറ്റു ബാങ്കുകളിൽ 15 ലക്ഷം രൂപയിൽ താഴെയുമാണ് മരിച്ച വ്യക്തിയുടെ ബാലൻസ് എങ്കിൽ നോമിനിയോ ജോയിന്റ് അക്കൗണ്ട് ഹോൾഡറോ ഇല്ല എങ്കിൽ പോലും പലവിധ രേഖകൾ നൽകാതെ നിയമപരമായി അവകാശികൾക്ക് ഇന്നു മുതൽ തുക ക്ലെയിം ചെയ്യാം. ഈ പരിധിക്ക് മുകളിൽ ആണ് എങ്കിൽ അധിക രേഖകൾ നൽകേണ്ടതായി വരും. കൃത്യമായ രേഖകൾ നൽകിയാൽ 15 ദിവസത്തിനകം ക്ലെയിം തീർപ്പാക്കുകയും വേണം. MSME വായ്പ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്കും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ട്. ഈട് രഹിത വായ്പാ പരിധി 10 ലക്ഷം രൂപ ആയിരുന്നത് 20 ലക്ഷം രൂപയായാണ് ഉയർന്നിട്ടുള്ളത്. ഇത്
ബാങ്കുകൾക്ക് 25 ലക്ഷം രൂപ വരെയാക്കി ഉയർത്തുവാനും സാധിക്കും. 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം. അതായത് എല്ലാ ഡിജിറ്റൽ പണം ഇടപാടുകൾക്കും 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ നിർബന്ധമാവുകയാണ്. OTPക്ക് പുറമെ പിൻ, സോഫ്റ്റ്വെയർ ടോക്കൺ, ഫിംഗർ പ്രിന്റ് അടക്കമുള്ള ബയോമെട്രിക്സ് തുടങ്ങിയവയും 2FA സംവിധാനത്തിന് ഉപയോഗിക്കാം. വിദേശ വിദ്യാഭ്യാസം, ചികിത്സ എന്നിവയുമായി ബന്ധപ്പെട്ട് TCS കുറയുന്നു എന്നതാണ് മറ്റൊന്ന്. വിദ്യാഭ്യാസ ചികിത്സാ ചെലവുകൾക്കായി വിദേശത്തേക്ക് പണം അയക്കുന്നതിനുള്ള നിലവിലെ TCS 5% ആയിരുന്നത് 2% കുറഞ്ഞിരിക്കുന്നു. ഇതിനു പുറമെ വിദേശ ടൂർ പാക്കേജുകളുടെ TCSഉം കുറയുകയാണ്. 10 ലക്ഷം രൂപ വരെ 5%, അതിനു മുകളിൽ 20%വുമാണ് TCS എന്നത്. ഇത് 2%ആയാണ് കുറഞ്ഞിട്ടുള്ളത്. വിദേശ വിദ്യാഭ്യാസം, ചികിത്സ, ടൂറുകൾക്ക് ആവശ്യമായിട്ടുള്ള അധിക തുക കണ്ടെത്തേണ്ടി വരുന്ന അവസ്ഥ ഇതോടെ ഇല്ലാതായിരിക്കുന്നു. പാൻ കാർഡ് നൽകിയ TCSന്റെ മുഴുവൻ തുകയും പിന്നീട് ടാക്സ് ക്രെഡിറ്റായി ലഭിക്കുകയും ചെയ്യും. തപാൽ ഇൻഷുറൻസിലുള്ള മാറ്റമാണ് മറ്റൊന്ന്. തപാൽ വഴി ഇന്ത്യക്ക് ഉള്ളിൽ അയക്കുന്ന ഉരുപ്പിടികൾക്ക് ബാധകമായ ഇൻഷുറൻസ് പരിധി 1 ലക്ഷം രൂപ ആയിരുന്നത് 5 ലക്ഷം രൂപയായി മാറിയിരിക്കുന്നു. 200 രൂപ വരെയുള്ള വസ്തുക്കൾക്ക് 4 രൂപയാണ് സ്പീഡ് പോസ്റ്റിൽ ഇൻഷുറൻസ് ചാർജ്. അതിനു മുകളിൽ വരുന്ന ഓരോ 200 രൂപയ്ക്കും 1.5% വീതം അടയ്ക്കണം. സ്പീഡ് പോസ്റ്റ് അല്ല എങ്കിൽ ഈ നിരക്കിൽ മാറ്റമുണ്ട്. ടോൾ പ്ലാസകളിലും ഇന്നു മുതൽ മാറ്റം ആരംഭിച്ചിരിക്കുന്നു. ഇനി ഡിജിറ്റൽ ഇടപാട് മാത്രമാണ് സാധ്യമാവുക. ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിൽ ഡിജിറ്റൽ ഇടപാടുകൾ മാത്രമേ അനുവദിക്കൂ. പണം വാങ്ങുന്നത് അവസാനിപ്പിച്ചു. ഫാസ്ടാഗ്, UPI എന്നിവ വഴി മാത്രമാകും ഇനി ടോൾ പിരിവ്. ട്രെയിൻ ടിക്കറ്റ് ക്യാൻസലേഷൻ സംബന്ധിച്ചും വലിയ മാറ്റങ്ങൾ ഉണ്ട്. ട്രെയിൻ പുറപ്പെടുന്നതിന് 8 മണിക്കൂറോ അതിൽ കുറവോ ശേഷിക്കെ ടിക്കറ്റ് റദ്ദാക്കിയാൽ തുക മുഴുവൻ നഷ്ടമാകും. നിലവിൽ പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പ് വരെ റദ്ദാക്കുന്ന ടിക്കറ്റുകൾക്ക് തുക ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്നു മുതൽ അതല്ല സാഹചര്യം. കയറുന്ന സ്റ്റേഷൻ, അതായത് ബോർഡിംഗ് പോയിന്റ് മാറ്റാനുള്ള സൗകര്യം ട്രെയിൻ പുറപ്പെടുന്നതിന് 30 മിനിറ്റ് മുമ്പ് വരെ ലഭ്യമാകും. ഇതുവരെ ചാർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് വരെ മാത്രമേ കയറുന്ന സ്റ്റേഷൻ മാറ്റാൻ സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. അതോടൊപ്പം തന്നെ പരമാവധി തുക തിരികെ ലഭിക്കാൻ 72 മണിക്കൂർ മുമ്പ് ടിക്കറ്റ് റദ്ദാക്കണം എന്നുള്ളതാണ് പുതിയ വ്യവസ്ഥ. 72നും 24 മണിക്കൂറിനും ഇടയിലാണ് എങ്കിൽ 25%, 24 മണിക്കൂറിനും 8 മണിക്കൂറിനും ഇടയിലാണ് എങ്കിൽ 50% തുക ഇനി കുറയും. നികുതിയിലെ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മോട്ടോർ വാഹന അപകട ക്ലെയിം ട്രൈബ്യൂണൽ നൽകുന്ന നഷ്ടപരിഹാരത്തിന്മേലുള്ള പലിശയ്ക്ക് ഇനി നികുതി ഈടാക്കില്ല. ഇതിന്മേലുള്ള TDSഉം ഒഴിവാക്കിയിട്ടുണ്ട്. ഇതെല്ലാം സാധാരണക്കാരായ, പ്രത്യേകിച്ച് ഇടത്തരം കുടുംബാംഗങ്ങളെ അടക്കം നേരിട്ട് ബാധിക്കുന്ന മാറ്റങ്ങൾ ആണ്. ആ മാറ്റങ്ങളാണ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.